ഇവിടെ ഉള്ളവർ ഭയങ്കര സപ്പോർട്ടീവാണ്. കോഴിക്കോട്ടുകാരെ വൈബ് ആ ഒരു മ്യൂസിക്കിൽ കിട്ടുന്നു. ട്രേഡ് യൂണിയൻ സിസ്റ്റത്തിനെ നമ്മൾ അടക്കി ആക്ഷേപിക്കുകയല്ല. ആ സിസ്റ്റം നമ്മുടെ സിസ്റ്റം അല്ല, ശരിയല്ല. 30 വർഷത്തോളമായിട്ട് ഞങ്ങൾ കടൽക്കൂട്ട് എന്ന പേരിൽ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഹായ്, അപ്പൊ നമ്മളിത് പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. കോഴിക്കോട് ബീച്ച് ഇപ്പൊ ഭയങ്കര ഓണാണ്. അപ്പൊ നമ്മള് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് ബീച്ച് പോയിട്ട് 2 ജനറേഷനോട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണേ. എന്താ ക്വസ്റ്റ്യൻ? ആദ്യത്തെ കോഴിക്കോട് ബീച്ചും, അതായത് കുറച്ചു കാലം മുമ്പുള്ള ബീച്ചും ഇപ്പോൾ ഉള്ള കോഴിക്കോട് ബീച്ചും തമ്മിലുള്ള ഒരു മാറ്റം, എത്രത്തോളം കോഴിക്കോട് ബീച്ച് മാറി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഓൾഡ് ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന, ഞാൻ ഉൾപ്പെടുന്ന ന്യൂ ജനറേഷൻ. അപ്പൊ അങ്ങനെ നമുക്ക് ചോദിക്കല്ലേ. ഹായ് ഹായ്, പേര് കുഞ്ഞാമത്. നിങ്ങള് അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെയാണോ? കോഴിക്കോടുകാരനാണോ? ആണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു 5 വർഷം മുമ്പും ഇപ്പം 5 വർഷത്തിന് ശേഷം കോഴിക്കോട് ബീച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നാട്ടുകാരായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയ ചില മാറ്റങ്ങൾ എന്താണ് കോഴിക്കോട് ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം? ബീച്ചിലെ മാറ്റം എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തും ബീച്ച് ഒരു അസറ്റാണ്. അത് ആ രാജ്യം പൊന്നുപോലെ കൊണ്ടു നടക്കുന്നു. അതാത് രാജ്യത്ത് ശരിക്കും നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് നല്ലൊരു ബീച്ച്, ഇത്രയും ലോങ്ങസ്റ്റ് ബീച്ച് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് തന്നെ ആയിരിക്കും, ഇത്രയും ലോങ്ങസ്റ്റ് ബീച്ച്. പക്ഷേ ഏത് സർക്കാരായിക്കോട്ടെ, ഞാനൊരു പ്രത്യേകിച്ചൊരു സർക്കാരിനെ വിമർശിക്കുന്നില്ല, ഏത് സർക്കാരായിരിക്കും വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന ഒരു സർക്കാരുകളും ബീച്ച് അവരുടെ അജണ്ടയിലില്ല. മനസ്സിലായി. ടൂറിസ്റ്റ് ആ ഒരു ഇതിൽ വരുന്നില്ല. ഇല്ല, അതാണ് വിഷയം. മനസ്സിലായി. അപ്പം ഇവിടെ ഇപ്പം ഉണ്ടാകുന്ന കുറേ കാലം മുമ്പുള്ള ക്രൗഡും ഇപ്പം കുറച്ചും കൂടി ക്രൗഡഡ് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബീച്ചുകളെ. അപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ക്രൗഡിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ബീച്ചിന്. അതെ, ഭയങ്കര ആള് ക്രഷ്, റോഡിലൊക്കെ ഒരുപാട് അതിനുള്ള സൗകര്യമില്ല. ഇതൊക്കെ ഈ സൗകര്യങ്ങൾ തന്നെ ശരിക്കും നമ്മൾ ഒരു കോർപ്പറേഷൻ ആയാലും ശരി, പിന്നെ സംസ്ഥാന സർക്കാർ ആയാലും ശരി, ഒരു സൗകര്യം ഉണ്ടാക്കിയാൽ ആ സൗകര്യത്തിനെ ഭയങ്കരമായിട്ട് പബ്ലിഷ് ചെയ്യും. പക്ഷെ ആ സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കൃത്യമായ മെയിൻ്റെനൻസ് ഇല്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ സൗത്ത് ബീച്ച് ആയാലും ശരി, നോർത്ത് ബീച്ച് ആയാലും ശരി, അത് കോടിക്കണക്കിന് രൂപ ചിലവാക്കി മോഡിഫിക്കേഷൻ നടത്തും, പിന്നീട് അത് നശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു എന്താ പറയുക, ഒരു മെയിൻ്റെനൻസ്, കൃത്യമായ മെയിൻ്റെനൻസ് നടക്കുന്നില്ല. ശരിക്കും ഒരു പ്രൈവറ്റ് പാർട്ടിനെ, നമ്മുടെ ഇപ്പോഴത്തെ ഇവിടെ ട്രേഡ് യൂണിയൻ സിസ്റ്റത്തിനെ നമ്മൾ അടക്കി ആക്ഷേപിക്കുകയല്ല. ആ സിസ്റ്റം നമ്മുടെ സിസ്റ്റം അല്ല, ശരിയല്ല. അതുകൊണ്ട് ബീച്ച് മോഡിഫിക്കേഷന് ഒരു പ്രൈവറ്റ് പാർട്ടിനെ അതിൻ്റെ മെയിൻ്റെനൻസ് ഏൽപ്പിക്കണം. കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബീച്ച് വളരെ നീറ്റായിരിക്കും, വളരെ വൃത്തിയായിരിക്കും. കുറച്ചുകൂടി ഇതൊരു നമുക്കൊരു ടൂറിസ്റ്റ് ഒരു ഇത് ആക്കി മാറ്റാൻ പറ്റും. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണോ? ഞങ്ങളിവിടെ അതുകൂടി പറയാം, ഞങ്ങളിവിടെ 10-20 വർഷമായിട്ട് കടൽക്കൂട്ട് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ മാസത്തിൽ കൂടും. ഞങ്ങള് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കും, ഒരു കുറിയുണ്ട്, ആ കുറി എടുക്കും. ആ കുറി എന്ന് പറഞ്ഞാൽ കൂട്ടായ്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറിക്ക് വേണ്ടിയിട്ടുള്ള കുറിയല്ല. 20ഓളം മെമ്പർമാരുണ്ട്. കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് ഞങ്ങൾ കടൽക്കൂട്ട് എന്ന പേരിൽ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കൂടി നിങ്ങൾ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ഡെയിലി മാറി വരുക. സൗകര്യമുള്ള ഒഴിവുള്ള ആളുകൾ മാറി ഇവിടെ വരും. ഈ സീറ്റിൽ ഉണ്ടാവും അധികം. ഇതൊരു വികാരമാണ് ഇങ്ങനെ വരലും. ഞങ്ങളൊക്കെ കച്ചവടമൊക്കെ ഈ ഇവിടെ ആയിട്ട് തന്നെ ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഈ ഏരിയയിൽ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വൈകുന്നേരം ഫ്രീ ആയി കഴിഞ്ഞാൽ ഇവിടെ വരും. നമുക്ക് ചില പിന്നെ ഇപ്പോൾ എറണാകുളം ആ സ്ഥലങ്ങളിലൊക്കെ ബീച്ചുകളൊക്കെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടക്കുന്നത്. പക്ഷെ നമ്മളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയെ കൂടുതലും കാണുന്നത് അല്ലേ? അല്ല, അടയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ശരിക്ക് പിന്നെ എന്താ പറയുക, നേരത്തെ മെയിൻ്റെനൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഭിക്ഷക്കാരും ഒക്കെ കടന്നുറങ്ങാണ് ഇവിടെയാണ്. അതെ, കുറച്ച് സമയം കഴിഞ്ഞ് സംസ്ഥാന ജോലിക്കാർ, സ്ത്രീകൾ, കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഷണ്ട കൂടലും മദ്യപിച്ച് വരലും, ഫാമിലി കൂടുന്നിടത്തൊന്നും അത് വരാൻ പാടില്ല. അപ്പോൾ അത് അവരൊക്കെ ഈ തിണ്ണകളൊക്കെ ഞങ്ങൾ വരുമ്പം അവർ ആട്ടി ഓടിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അവരിത് ഈ ഭിക്ഷക്കാരൊക്കെ വൃത്തികേടാക്കുകയാണ്. അവര് എന്താ പറയുക, ഒരു ബീച്ച് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബന്ധപ്പെട്ട സർക്കാരിനായാലും ശരി, അർദ്ധ സർക്കാരിനായാലും ശരി അറിയില്ല. അതുകൊണ്ടാണ്.
ഹായ് ഹായ് ഹലോ, ഞാൻ ഫിദ മുസ്തഫ. പേര് പേര് അപ്പോൾ നമ്മൾ ഇപ്പം കോഴിക്കോട് ബീച്ചിലിപ്പം ഒരു കാണുന്നൊരു സംഭവമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ പിന്നെ ശനി ഞായർ എന്നല്ല, ഏകദേശം എല്ലാ ദിവസങ്ങളും ഇങ്ങനെ പിന്നെ ഗിറ്റാറൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി ആളൊക്കെ കൂടി ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം അതിന് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു കുറേ നേരം നിങ്ങൾ നിൽക്കുമോ ഇങ്ങനെ പാടി ഇരുന്നിട്ടൊക്കെ? ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിന്നെ പ്രചോദനം എങ്ങനെ ഉണ്ടാവുന്നത് ഇങ്ങനെ ഇരിക്കാനും ഇതും ഇവിടെ വന്നിരിക്കുക എന്നുള്ളത്? നിങ്ങളിവിടെ സ്ഥലം എവിടെയാണ്? അപ്പോൾ മലപ്പുറത്താണ്. അപ്പം മലപ്പുറത്ത് നിന്ന് ഇവിടെ വരികയാണ് ഡെയിലി, എല്ലാ ദിവസവും വരും, വീക്കിലി എപ്പോഴും വരും. അപ്പം എന്താ നിങ്ങളൊരു അനുഭവം ഇവിടെ ഇങ്ങനെ വന്നിരുന്നു പാടുമ്പോൾ? ഇവിടെ ഉള്ളവർ ഭയങ്കര സപ്പോർട്ടീവാണ്. യെസ്, ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അതെ യെസ്, കോഴിക്കോട്ട് ഇവിടെ ഒരുപാട് നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. 3 മണി വരെ ആൾക്കാരുണ്ടാവും രാവിലെ. നിങ്ങൾ ഗിറ്റാർ പിടിച്ചിരിക്കും അതെ, അപ്പം ആൾക്കാരുണ്ട്. അപ്പം കോഴിക്കോട് അത്രയും ആൾക്കാർ ഇവിടെ നമുക്ക് ലിസണേഴ്സ് ആയിട്ടും ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു വൈബ്. പിന്നെ അതേപോലെ ഫാമിലീസ്, ഒരുപാട് ഫാമിലി യെസ് യെസ് അതേപോലെ അതെ. അപ്പം നിങ്ങൾ ബാൻഡ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആണ്? മാൽഗുഡി. ഓക്കെ, ഇവിടെ മുക്കത്താണോ? കോഴിക്കോട് ബേസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പാടാൻ കഴിയുമോ? അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോല നിന്നോടൊന്നും ചൊല്ലില. അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോ പിൻകിന്നരൻ ആകാശത്തോ പിൻകിന്നരൻ. എന്തേ ഇന്നും വന്നീ മണിവളത്തിളങ്ങണ കയ്യാല് വിരലൊത്തി വിളിക്കണതാരാണ്? മണിവളത്തിളങ്ങണ കയ്യാല് വിരലൊത്തി വിളിക്കണതാരാണ്? നുഴുതിങ്കളുദിക്കണ മുകിലോരം നുരശുരി മുഴക്കണതാരാണ്? നുഴുതിങ്കളുദിക്കണ മുകിലോരം നുരശുരി മുഴക്കണതാരാണ്? ആകാശത്തോ പിൻകിന്നരൻ. വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ ഓ കളിയാടി പാടാൻ നേരമാ, കളിയാടി പാടാൻ നേരമാ. അടിപൊളിയായി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 3 മണി വരെയൊക്കെ ഇരിക്കും. അപ്പോൾ ഗൈസ്, ഇവരൊരു 3 മണി വരെയൊക്കെ സ്ഥിര വീക്കെൻഡുകളിൽ ഉണ്ടാവും. അപ്പം ഇവരല്ല, ഇനി ഒരുപാട് ടീംസ് ഉണ്ട് ഇങ്ങനെ ഗിറ്റാറും കൊണ്ടും. ഒരുപാട് കലാകാരന്മാർക്ക് എന്താ കോഴിക്കോട് ഒരു നല്ലൊരു പ്ലേസാണ്. കലയെ കോഴിക്കോട് എപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ട്. മ്യൂസിക് കോഴിക്കോട് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് വരുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 3 മണി 4 മണി വരെയൊക്കെ ഇവരുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കോഴിക്കോടൊക്കെ വരിക, അടിച്ചു പൊളിക്കുക അല്ലേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ല എന്തായാലേ, കോഴിക്കോട് ബീച്ചിലെ 2 ജനറേഷൻ്റെ 2 നിഗമനങ്ങളും 2 വിലയിരുത്തലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓൾഡ് ജനറേഷൻ്റെ ഒരു വിലയിരുത്തൽ കേട്ട് വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവർക്ക് വ്യക്തമായ ഒരു പ്ലാനും വിഷനും ഈ കോഴിക്കോട് ബീച്ചിനെ കുറിച്ചുണ്ട്. നമ്മളെ ജനറേഷൻ ആണെങ്കിലും അവരുടെ എൻജോയ് ചെയ്ത് അവർ ഇപ്പോഴും അടിപൊളിയാണ്, എല്ലാവരും ഉഷാറാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചുകളിലേക്ക് ഇനിയും വരും. നമ്മൾ ഇനി ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചോദിക്കും. അപ്പം എന്തൊക്കെ നിങ്ങൾ കാണുന്ന നിങ്ങൾ ഞങ്ങളോട് പറയാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പം ഞങ്ങളോട് ഷെയർ ചെയ്യുക, ഞങ്ങൾ അതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം എങ്ങനെയാ? അപ്പം